ശാസ്ത്ര സാങ്കേതിക ബഹിരാകാശ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭാരതം. വരും തലമുറയ്ക്ക് എന്താണ് പുതിയ ദിശാബോധം? ഒരുപാട് വിദ്യാഭ്യാസ കോൺക്ലേവുകൾ നടക്കാറുണ്ട് രാജ്യത്തിന്റെ പല ഭാഗത്ത്. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് മലയൻകീഴ് ഗവൺമെന്റ് സ്കൂളിലെ എഡ്യൂക്കേഷൻ കോൺക്ലേവിലാണ്. ഒരു കൂട്ടം വിദ്യാർത്ഥിനികൾ, പ്രത്യേകിച്ച് കേരളത്തിലെ ആദ്യത്തെ വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസ്, അവർക്ക് എന്താണ് പറയാനുള്ളത്? അവർ വികസിപ്പിച്ച സാറ്റലൈറ്റിനെ കുറിച്ച് നമുക്ക് ചോദിക്കാം. എന്താണ് നിങ്ങൾ നടപ്പാക്കിയത്? എന്താണ് നിങ്ങളുടെ ഈ ഒരു സക്സസിന് പിന്നിലുള്ള വലിയൊരു ശ്രമം? എന്തായാലും വിമൺ എഞ്ചിനീയർ സാറ്റലൈറ്റ് ആണ് ഇത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വിമൺ എഞ്ചിനീയർ സാറ്റലൈറ്റും കേരളത്തിലെ ആദ്യത്തെ സ്റ്റുഡൻറ് മെയ്ഡ് സാറ്റലൈറ്റും ആണ്. ഞങ്ങളുടെ അന്തരീക്ഷത്തിൽ UV റേഡിയേഷൻസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു വർഷമായി ലോഞ്ച് ചെയ്തിട്ട് ലാസ്റ്റ് 2024 ജനുവരി 1 ലോഞ്ച് ചെയ്തത്. PSLV C58 ലോഞ്ച് ചെയ്തത്. ഇപ്പോൾ ഡേറ്റ അനാലിസിസ് നടക്കുന്നുണ്ട്. ഇതിൻ്റെ അന്തരീക്ഷത്തിലെ ഡേറ്റയും നമ്മുടെ ക്യാമ്പസിലെ ഡേറ്റയും തമ്മിൽ കോറിലേറ്റ് ചെയ്ത് ഡിഫറൻസ് പഠിക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഭാവിയിൽ ഇതൊരു ഇൻസ്പിറേഷനാണ് ബാക്കി കോളേജുകൾക്കും അതുപോലെ ഇനി സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി. ഞങ്ങളിപ്പോൾ ഈ ഒരു കോളേജ് പഠിച്ചതുകൊണ്ട് ഇത്രയും ഫേമസ് ആയി, ഇങ്ങനെ ഒരു വലിയൊരു റെക്കഗ്നിഷനാണ് കിട്ടിയത്. ശ്രീഹരിക്കോട്ടയിലെ അവിടുത്തെ ചെയർമാൻ തന്നെ ഞങ്ങൾ വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത്. സ്ത്രീകളുടെ തന്നെ ആദ്യത്തെ ഒരു കൂട്ടായ്മയിലാണ് ഇങ്ങനെ ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇനി ഇത് വലിയൊരു ഏരിയയിലോട്ട് എത്തിക്കാൻ പറ്റും. അവിടെ ചുണക്കുട്ടികളായ പെൺകുട്ടികൾ സാറ്റലൈറ്റിനാണ് വികസിപ്പിച്ചതെങ്കിൽ ഇവിടെ കുറെ ആൺകുട്ടികൾ, ചുണക്കുട്ടന്മാർ ഇവിടെയുണ്ട്. അവർ രാജ്യാന്തര തലത്തിൽ തന്നെ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ പോയേക്കുമോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. കാര്യം രാജ്യത്ത് തന്നെ 1ാം റാങ്ക് നേടിയ ഒരു കാര്യം അവരുടെ കയ്യിലുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കിയേക്കാം. എന്താണ് നിങ്ങളുടെ ഈ ഒരു ശ്രമത്തിന് പിന്നിലുള്ള ഒരു ഇൻസ്പിറേഷൻ? ആക്ച്വലി ഞങ്ങൾക്ക് റേസ് ഞങ്ങളുടെ കോളേജിൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഈ വെലോസിറ്റീസ് എന്ന് പറയുന്ന പേരിൽ ഒരു FMAയുടെ ബൈക്കിന്റെ കാറ്റഗറിയിലോട്ട് പോകുന്നത്. അതിന്റെ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ ഞങ്ങൾ പോയി ഒരുപാട് പണിയെടുത്ത് ആക്ച്വലി സെക്കൻഡ് അടിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. ഇനി അടുത്ത വർഷം ഇറങ്ങുന്നുണ്ട്. ഞങ്ങൾ ആക്ച്വലി EVയിലും ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലായിട്ടാണ് നിൽക്കുന്നത്. എന്താണ് പറയാനുള്ളത്? ആക്ച്വലി നമ്മളാണ് ഇത് മൊത്തം ഫ്രം സ്ക്രാച്ച് നമ്മളാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. റൈഡർ പുള്ളിയായിരുന്നു. രണ്ടുപേരായിരുന്നു റൈഡേഴ്സ്. ഞങ്ങള് 8 ലാപ്പാണ് ഉണ്ടായിരുന്നത്. അതില് 2 ലാപ്പ് ബാക്കിയുള്ളവരെ കാട്ടി 2 ലാപ്പ് മുന്നിലായിരുന്നു. വൈകുന്നേരം അപ്പൊ വണ്ടി ഓടിച്ചിരുന്നത്. നിർമ്മിക്കുക മാത്രമല്ല പല പരീക്ഷണങ്ങളാണ്. അപ്പൊ എന്ത് തോന്നുന്നു? അതിന്റെ ചിത്രത്തിൽ എന്തായിരുന്നു? വളരെ നമ്മളുണ്ടാക്കിയ ഒരു സാധനം ഇത്രയും അച്ചീവ്മെന്റ് ആയപ്പോഴത്തേക്കും നല്ല സന്തോഷം. ഇതാണ് ഇതായിരുന്നു നമ്മുടെ ടോപ്പ് സ്പീഡ് 174 ആയിരുന്നു പാട്ട്. അത് നമ്മളെ സ്പെക്ട്. നിങ്ങൾക്ക് ഈ കുട്ടികളോടുണ്ടല്ലോ, പുതിയ തലമുറയിലേക്ക് വരുന്ന കുഞ്ഞുങ്ങളോട്, പ്രത്യേകിച്ച് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇഷ്ടപ്പെട്ട് വരുന്ന കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് എന്താണ്? നിങ്ങൾ ഇതിൽ എന്താണ് ഒരു വെറൈറ്റി കാണേണ്ടത്? ഇതിനെങ്ങനെയാണ് ഇതിനോടൊരു പാഷൻ ഉണ്ടാവേണ്ടെങ്കിൽ തൊഴിലവസരങ്ങൾ എന്തൊക്കെയാണ്? തൊഴിലവസരങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഇതിനായിട്ടൊരു പാഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അതിൽ പിടിച്ചു കയറിയിരിക്കും. അപ്പം പിള്ളേർക്ക് പറയാന്ന് വെച്ചാൽ വരിക, ഇത് കണ്ട് നമ്മളെപ്പോലെ ഇതേപോലെ ഉയർന്ന രീതിയിൽ ചിന്തിച്ച് എന്താന്ന് വെച്ചാൽ ചെയ്യുക. ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു ഫീൽഡാണ് മെക്കാനിക്കൽ എഞ്ചിനീയർ. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, സ്കിൽഡ് ആണെങ്കിൽ നല്ലപോലെ നമുക്ക് കഴിവ് തെളിയിക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു കുട്ടികൾ വികസിപ്പിച്ച സാറ്റലൈറ്റ് എൻട്രൻസിൽ കണ്ടതാണ്. ഇവിടെ വരുമ്പോൾ ഒരുപാട് വ്യത്യസ്തമാണ്. ഏവിയേഷൻ രംഗത്ത് പോകാം, GTech, കമ്പ്യൂട്ടറിന്റെ സാധ്യതകൾ. എന്ത് തോന്നുന്നു? മോൾക്ക് ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്താണ്? ഇവിടെ വന്നിട്ട് കുറെ അഡ്മിഷൻ കിട്ടി. പിന്നെ നമ്മള് GTech മലയൻകീഴ് സെന്ററിൽ നിന്നാണ് വരുന്നത്. അപ്പം അവിടെ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ പ്ലേസ്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവിധ കോഴ്സും ഉണ്ട്. ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ വന്നപ്പോൾ തന്നെ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ അവർ ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ളൊരു പേടിയായിട്ട് ഒരു സൈഡിൽ വരച്ചിട്ടുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ പഠിച്ചാലൊന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു. പക്ഷെ ഇന്ന് കമ്പ്യൂട്ടർ പഠിച്ചാലേ എന്തെങ്കിലും നമുക്ക് ജോലി സാധ്യതകൾ കിട്ടുള്ളൂ. ഏത് ഓഫീസിൽ ചെന്നാലും നമുക്ക് കമ്പ്യൂട്ടർ വർക്ക് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ജോലി കിട്ടൂ. ചെറുതായാലും വലുതായാലും എല്ലാവർക്കും കമ്പ്യൂട്ടർ വർക്കാണ് ആവശ്യം. അപ്പോൾ നമുക്കൊരു ഡിഗ്രി ഉണ്ടെങ്കിലും പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഡിഗ്രി വെച്ചിട്ട് ഒരു കമ്പ്യൂട്ടർ കോഴ്സും കൂടെ പഠിച്ചാൽ നമുക്ക് അതിൻ്റെ ബേസിൽ എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടറാണ് ബേസായിട്ട് നിൽക്കുന്നത്. ഓരോന്നും പഠിച്ചാൽ മാത്രമേ ഉള്ളൂ. പിന്നെ ചെറിയ കോഴ്സാണ്, ഒന്നും കിട്ടൂല എന്നുള്ളൊരു ചിന്ത പൊതുവെ എല്ലാവർക്കും ഉണ്ട്. അതൊന്നും മാറ്റി വെച്ചിട്ട് ഒരുപാട് കോഴ്സുകളും സാധ്യതകളും കമ്പ്യൂട്ടറിൽ
ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പഠിച്ച് നമുക്ക് ജോലി നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു തോട്ട് വന്നു കഴിഞ്ഞാൽ അത് വീട്ടുകാർക്കും കുട്ടികൾക്ക് കുട്ടികൾക്ക്